എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ചക്കക്കുരു മാങ്ങയും മുരിങ്ങക്കായും കൊണ്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിനെന്തൊക്കെ വേണമെന്ന് നോക്കാം. ചക്കക്കുരു തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മുരിങ്ങക്കായ, മാങ്ങ, 2 പച്ചമുളക്, ആവശ്യത്തിന് അരപ്പിനുള്ള തേങ്ങ, മഞ്ഞൾ, മുളക് പൊടി, ചെറിയ ഉള്ളി, ജീരകം, 2 അല്ലി വെളുത്തുള്ളി, ഉപ്പ്. അപ്പോൾ നമ്മളൊരു കുക്കർ എടുത്ത് വെച്ച് അതിലേക്ക് ചക്കക്കുരു ഇട്ട്, മാങ്ങയും ഇട്ട്, 2 പച്ചമുളകും ഇട്ട്, മഞ്ഞൾപ്പൊടി, കുറച്ച് പറങ്കിപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ആവശ്യത്തിനുള്ള വെള്ളം, കുറച്ച് കറിവേപ്പില എന്നിവ ഇട്ടിട്ട് നമ്മൾ കുക്കറിൽ 2 വിസിലടിച്ച് വാങ്ങണം. അപ്പോൾ ആ ഒരു വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഇപ്പുറത്തെ ചട്ടിയിൽ മുരിങ്ങക്കായ മഞ്ഞൾപ്പൊടി ഇട്ട് പറങ്കിപ്പൊടി ഇട്ട് ഉപ്പ് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം. മുരിങ്ങക്കായ ചക്കക്കുരുവിൻ്റെ ഒപ്പം ഇട്ട് അടിഞ്ഞു പോകും, അതുകൊണ്ടാണ് സെപ്പറേറ്റ് ആയിട്ട് വേവിക്കുന്നത്. പിന്നെ നമുക്ക് അരപ്പിനുള്ള തേങ്ങയിട്ട് അതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി, ചെറിയ ഉള്ളി, കറിവേപ്പില, പച്ചമുളക് എന്നിവ ഇട്ടിട്ട് ഒന്ന് അരച്ചിട്ട് വരാം. അപ്പോൾ അങ്ങനെ അരച്ച് റെഡിയാക്കി വെക്കുമ്പോഴത്തേക്ക് നമ്മളെ കഷ്ണമൊക്കെ വെന്തിട്ടുണ്ടാവും. അപ്പം നമ്മൾ കുക്കറിലുള്ള ചക്കക്കുരു മാങ്ങയും കൂടെ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഒന്ന് തിളച്ച് വരുന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മളെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ അരപ്പ് ഇതിലേക്ക് ഒഴിക്കുക. അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് അരപ്പ് ഒഴിച്ചതിന് ശേഷം തിളക്കണം. ഇത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഉപ്പ് ഒഴിക്കാം. അപ്പം അങ്ങനെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമ്മളെ കറി മാറ്റി വെച്ച് അതിന് താളിക്കാനുള്ള പാത്രം അടുപ്പത്ത് വെക്കുക. അപ്പം അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ആവശ്യത്തിനുള്ള കടുകും പൊട്ടിച്ചെടുത്ത്, കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിടണം. അപ്പോൾ ചെറിയ ഉള്ളി മസ്റ്റാണ് ഇതിന്. പിന്നെ ചെറിയ ഉള്ളി ഇട്ട് ചെറിയ ഉള്ളി ഒന്ന് വഴണ്ടി വരുന്ന ഒരു സമയത്തേക്ക് നമുക്ക് 2 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പ് ഇട്ട് ആ ഒരു കളറ് മാറി വരുന്ന സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും പറങ്കിപ്പൊടിയും ഇട്ട് ഒന്ന് ചൂടാക്കി കൊണ്ടു. അപ്പം നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അതൊരു ഓപ്ഷണലാണ്, വേണ്ടവർക്ക് ഇടാം. അപ്പം അങ്ങനെ നല്ല കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും ഗുഡ് ബൈ.